MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച സൗത്ത് ഇന്ത്യൻ ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം മുനമ്പം ഹാർബർ റോഡിന്റെയും ഹാർബറിന്റെയും ശോചനീയാവസ്ഥയിലും മത്സ്യ വ്യവസായത്തോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മുനമ്പത്തിന്റെയും ഫ്രഷ് ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷൻ മുനമ്പത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുനമ്പം വേളാങ്കണ്ണി മാതാ വികാരി ഫാദർ ആന്റണി തോമസ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കേണ്ടതും ഈ വകുപ്പിന്റെ ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ശോചനീയമായിട്ടുള്ള ഈ ഒരു ഹാർബറിൽ എല്ലാ വർഷവും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഈ വർഷം ചെയ്തിട്ടില്ല. അതിന്റെ അനാസ്ഥ മൂലം അനുഭവിക്കുവാൻ പോകുന്ന ദുരവസ്ഥകളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മുനമ്പം പ്രദേശത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരാണ്. ഞങ്ങൾ വൈദികർ പോലും മത്സ്യബന്ധന മേഖലയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടുള്ളതാണ്. ഞങ്ങൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പലരുമായിട്ടും ബന്ധപ്പെടാറുണ്ട്, പലരുമായിട്ടും ഇടപെടാറുണ്ട്. എനിക്ക് തോന്നുന്നു മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ ബോട്ട് ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഫ്രഷ് ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ട് നടത്തുന്ന ഈ പ്രതിഷേധ ധർണ KP വിൽസൺ അധ്യക്ഷത വഹിച്ചു. AS അരുണ, MJ ജോഷി, ES പുരുഷോത്തമൻ, NK ബാബു, ജയച്ചൻ, KK പുഷ്കരൻ, PP ഗിരീഷ്, സുനിൽകുമാർ, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ലേലഹാളെങ്കിലും ആ ബോട്ട് ജെട്ടിയെങ്കിലും നിങ്ങൾ ഉടനെ ഒരു പരിഹാരം കണ്ടേ മതിയാകൂ. അതല്ലെങ്കിൽ ഇവിടെ ഇതിലും വലിയ ഉപരോധ സമരങ്ങൾ തന്നെ നടക്കും. അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് വാക്കുകൂടി പറഞ്ഞോട്ടെ. ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ MPDA, അതായത് മറൈൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എക്സ്പോർട്ടിംഗ് അതോറിറ്റി, ഇവര് പല സമയങ്ങളിലും ഫിഷറീസിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ ആ ഫണ്ട് ഈ ബോട്ടുകാർക്കും അനുബന്ധ വ്യവസായികൾക്കും ഐസ് ഫാക്ടറി അതുപോലുള്ള ഫ്രീസിംഗ് യൂണിറ്റുകൾക്കൊക്കെ നേരിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവരത് നേരെ ഈ ഫിഷറീസിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ തടിതപ്പുകയാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് അത് കൃത്യമായി നേരാവണ്ണം ചിലവഴിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കണം. കാരണം ഇപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എന്തെന്നാൽ അവരവർ ചെയ്യുന്ന ആ കൃത്യനിർവഹണം കൃത്യമല്ല എങ്കിൽ, അവർക്ക് വീഴ്ചയുണ്ടെങ്കിൽ അവർക്ക് സ്വയം പിരിഞ്ഞു പോകാം. അവർക്ക് എല്ലാവിധ ആനുകൂല്യവും വാങ്ങി പിരിഞ്ഞു പോകാം. മറിച്ച് വീണ്ടും അവർ അനാസ്ഥയാണ് കാണിക്കുന്നത് എങ്കിൽ MPDA, നെറ്റ് ഫിഷ്, CMFRI, CIFT എന്നുള്ളവരൊക്കെ ഈ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധന വ്യവസായ യൂണിറ്റുകൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സർക്കുലർ നിങ്ങളൊന്ന് പൊടി തട്ടി നോക്കണം. എന്നിട്ട് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനമ്പം ഹാർബർ എന്ന് പറഞ്ഞാൽ മാതൃകാ ഹാർബറാണ്. ഫിഷിംഗ് ബോട്ടുകൾ പോകാൻ ഇനി ഏതാനും ദിവസമേ ഉള്ളൂ. ഇതുവരെയും ഹാർബറിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ലേലഹാളിൻ്റെ തറ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഉള്ള അണുക്കളും ബാക്ടീരിയകളും എല്ലാ പകർച്ചവ്യാധികളും പടരുന്ന ഈ അന്തരീക്ഷത്തിൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം വിൽക്കാനുള്ള ഒരു വൃത്തിയുള്ള സ്ഥലമില്ല. ന്യൂസ് ബ്യൂറോ, മുനമ്പം.